ഗുരുവായൂരപ്പൻ അവിടെ പണ്ട് നമ്പൂതിരി മേൽശാന്തി പൂജിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല പൂജിക്കാൻ. അദ്ദേഹത്തിന്റെ മോനെ വിട്ടു. അപ്പൊ മോൻ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പൂജകൾ, ആ മോൻ അറിയുന്ന രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്ത് അവസാനം നേദ്യം വെച്ചു. ഗുരുവായൂരപ്പന് അതെ, ചോറ്, വെണ്ണ, തൈര്, ഉണ്ണിമാങ്ങ, കണ്ണിമാങ്ങ അച്ചാറില്ലേ, അതൊക്കെ കൊടുക്കും. അപ്പോ ഈ കുട്ടി നേദ്യം വെച്ചപ്പോ ഗുരുവായൂരപ്പൻ കഴിക്കണില്ല. ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഗുരുവായൂരപ്പൻ കഴിക്കുന്നില്ല. അപ്പൊ കുട്ടിക്ക് സംശയമായി, ഉണ്ണിനമ്പൂരിക്ക് സംശയമായി, അച്ഛൻ കൊടുക്കാത്തോണ്ടാണോ ഗുരുവായൂരപ്പൻ കഴിക്കാത്തേ എന്നൊരു സംശയം. അങ്ങനെ സങ്കടം വന്നു. സങ്കടം കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല ഗുരുവായൂരപ്പന്. ഗുരുവായൂരപ്പൻ പറഞ്ഞു, എനിക്ക് തൈരും ഉണ്ണിമാങ്ങയും കണ്ണിമാങ്ങയും അച്ചാറും കൂടിയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ചോറും തൈരും ആ കണ്ണിമാങ്ങ അച്ചാറും കൂടി കൂട്ടിക്കുഴച്ച് ഗുരുവായൂരപ്പന് കൊടുത്തപ്പോ കൃഷ്ണൻ സന്തോഷമായിട്ട് കഴിച്ചു. അത് മുഴുവൻ അങ്ങോട്ട് കഴിച്ച് തീർത്തു. നട തുറന്ന അവസാനം നേദ്യത്തിന്റെ കുറച്ച് ബാക്കി കൊടുക്കണമല്ലോ, പാത്രമൊക്കെ കാലി. അപ്പൊ അവിടെ കൂടി നിന്ന ഭക്തജനങ്ങളും അമ്പലത്തിലെ മറ്റുള്ള അംഗങ്ങളും വിചാരിച്ചു ഈ മോൻ ഉണ്ണി നമ്പൂരി ഇത് കഴിച്ചതാണെന്ന് വിചാരിച്ചു. ഗുരുവായൂരപ്പനാണല്ലോ കഴിച്ചത്, അവർക്കറിയില്ല. അപ്പൊ എല്ലാരും കൂടി കുട്ടി ചീത്ത പറയാൻ തുടങ്ങി. കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛൻ ഇങ്ങനെ തല്ലാൻ തുടങ്ങി, ചീത്ത പറഞ്ഞ് തല്ലാൻ തുടങ്ങിയപ്പോ അതെ, ദുതിയെ തല്ലുന്ന പോലെ. അപ്പൊ വിഗ്രഹത്തിന്റെ അവിടെ നിന്നൊരു ശബ്ദം, ഉണ്ണിയല്ല കഴിച്ചത്, ഞാനാണ് കഴിച്ചതെന്ന് ഉള്ളിൽ നിന്ന് ഒരു അശരീരി.